ശ്ലോകം 9. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മലാ ബോധേ ഭക്തിപദേദവാഭ്യുചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വഭോ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വം ഹൃദി വിചിന്യ ബഹുഭിः സിന്ധ്യന്തി ജന്മാന്തരേ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മലാ ബോധേ ഭക്തിപദേ അഥവാ അഭി ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വഭു ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്താർദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭിः സിന്ധ്യന്തി ജന്മാന്തരൈഹി. അതായത് അതിൻ്റെ അർത്ഥം ഇതേപോലെ തന്നെ കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെക്കാളും ശ്രേഷ്ഠമായ മാർഗം ഭക്തിയോഗം തന്നെ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ശ്ലോകത്തിലും. അത്യായാസകരാണി കർമ്മപടലാനി, ചിലരാകട്ടെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെയൊക്കെ നടത്തിയിട്ട് ആചര്യ എന്ന് വെച്ചാൽ ചെയ്തിട്ട് നിര്യന്മല മനഃശുദ്ധി കൈവന്നിട്ട് ബോധേ അഥവാ ഭക്തിപദേ അതായത് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ അഭി ഉചിതമാം ആയന്തി എന്ന് വെച്ചാൽ യോഗ്യതയുള്ളവരായി തീരുന്നു എന്നർത്ഥം. അതായത് ചില ആളുകള് കർമ്മയോഗ അനുഷ്ഠിക്കുകയാണ്. കർമ്മയോഗ അനുഷ്ഠിക്കുന്നതിന്റെ ഫലം എന്ന് പറയുന്നത് മനഃശുദ്ധിയാണ്. അതായത് കർമ്മയോഗം എന്ന് വെച്ചാൽ നിഷ്കാമമായി കർമ്മം ചെയ്യാന്നാണ്. അപ്പൊ ഒന്നും കാമിക്കാതെ ഫലം ആഗ്രഹിക്കാതെ ഭഗവത് സമർപ്പണത്തോടു കൂടി കർമ്മം ചെയ്യുകയാണ് കർമ്മയോഗം. അങ്ങനെ വരുമ്പോൾ ഈ ആഗ്രഹം മനസ്സിലാണ്, മനസ്സെന്ന ഇന്ദ്രിയത്തിലാണ് ഈ ആഗ്രഹം വരുന്നത്. ആഗ്രഹിക്കാതെ വരുമ്പോൾ ആഗ്രഹത്തോട് ചേർന്നിട്ട് അത് നടക്കുമോ, ആഗ്രഹം വരുമ്പോഴാണല്ലോ അതൊക്കെ നടക്കുമോ എന്നുള്ള ചിന്തകൾ, ആകുലത, ഭയം, നടക്കാതെ വരുമ്പോഴുള്ള ദുഃഖം, ദേഷ്യം, ക്രോധം ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ആഗ്രഹത്തിൽ നിന്നാണ് പിന്നീട് ഉണ്ടാകുന്നത്. അപ്പൊ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ അത് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് പതുക്കെ അവന്റെ മനസ്സിന്റെ ചലനങ്ങളാകുന്ന ഇത്തരത്തിലുള്ള ചിന്തകളും വികാരങ്ങളും ഒക്കെ ശമിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ശമിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മനസ്സിന്റെ ചലനം ഇല്ലാതാവണം, മനസ്സ് നിശ്ചലമാണ് എന്ന് വെച്ചാൽ ചിന്തകൾ ശമിക്കണം. അപ്പോഴാണ് മനസ്സ് ശുദ്ധമാവുന്നത്. അത് ശമിക്കണമെങ്കിൽ ആഗ്രഹങ്ങൾ കുറയണം. അതിനാണ് കർമ്മയോഗം പറയുന്നത് നിഷ്കാമ കർമ്മം ചെയ്യാനായിട്ട്. അങ്ങനെ മനഃശുദ്ധി കൈവരുന്ന ഒരു ഭക്തന്റെ മനസ്സ്, ആ തെളിഞ്ഞ മനസ്സിലാണ് ജ്ഞാനം നേടാനും അതുപോലെ നിഷ്കളങ്കമായ ഭക്തിയും ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് മനസ്സ് തെളിയുമ്പോഴാണ് നിഷ്കളങ്കമായ ഭക്തിയും ജ്ഞാനവും ഒക്കെ നേടാനുള്ള യോഗ്യത നമുക്കുണ്ടാകുന്നത്. അതായത് ഈ ചെളിയൊക്കെ കൂട്ടി കലർന്ന് ഒഴുകുന്ന ഒരു വെള്ളത്തിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ല, കലങ്ങി മറിഞ്ഞ ജലാശയത്തിലെ. അതേസമയം തെളിഞ്ഞ ജലത്തിലെ സൂര്യനെ കാണുന്നത് പോലെ, പ്രതിബിംബം കാണുന്നത് പോലെ നമുക്ക് നമ്മളെ കണ്ണാടി പോലെ തെളിഞ്ഞ ജലത്തിൽ കാണാൻ പറ്റുന്നത് അപ്പോഴാണ്. അപ്പോൾ മനസ്സ് ഒരുപാട് ചിന്തകൾ കൊണ്ട് കലുഷിതമായിരിക്കുമ്പോൾ അവിടെ ജ്ഞാനം തെളിയില്ല, നിഷ്കളങ്ക ഭക്തിയും ഉണ്ടാവില്ല. അപ്പൊ മനസ്സ് ശുദ്ധമാകണമെങ്കിൽ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കണം. അങ്ങനെ മനസ്സ് ശുദ്ധമാവുമ്പോഴാണ് ജ്ഞാനം, തെളിഞ്ഞ ജലാശയം പോലെ മനസ്സ് ശുദ്ധമാവുമ്പോഴാണ് ശരിയായ ജ്ഞാനം ആ മനസ്സിൽ തെളിയുന്നത്. അപ്പൊ മനസ്സ് ശാന്തമാക്കാനാണ് നമ്മൾ ആദ്യം പരിശ്രമിക്കേണ്ടത്. അതിന് കർമ്മയോഗത്തിലൂടെ പറഞ്ഞു തരുന്നത് നിഷ്കാമ കർമ്മത്തെയാണ്. എന്നാൽ ഭക്തിയോഗത്തിൽ ഭഗവാന്റെ രൂപത്തെ കണ്ടുകൊണ്ടുള്ള നിത്യവുമുള്ള ആരാധന, ധ്യാനം, അതാണ് ഭക്തിയോഗത്തിൽ പറയുന്നത്. കാരണം മനസ്സെന്ന് പറയുന്നത് ഒരു മുല്ലവള്ളി പോലെയാ. അതിന് തനിച്ച് നിൽക്കാൻ പറ്റില്ല. അതിന് എപ്പോഴും എന്തിലെങ്കിലും ഒരു വടിയോ അല്ലെങ്കിൽ മറ്റൊരു മരമോ അതിലേക്ക് ചേർത്ത് വെച്ചാൽ പടർന്നു കയറി അതിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മാത്രമേ മനസ്സിന് നിൽക്കാൻ പറ്റുള്ളൂ, മുല്ലവള്ളിക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് മനസ്സിനെ എന്തിലെങ്കിലേക്കും ഒന്ന് ഏകാഗ്രപ്പെടുത്തിയാൽ മാത്രമേ മനസ്സിന് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നുമില്ലാത്തൊരു ശൂന്യാവസ്ഥയെ ഒരു മനസ്സിനെ നിർത്താൻ സാധിക്കില്ല. അപ്പോ കർമ്മയോഗമാണെങ്കിൽ ആ നിഷ്കാമ കർമ്മത്തെ ഭഗവത് സമർപ്പണമായി അനുഷ്ഠിക്കുന്നതിലൂടെ മനസ്സിനെ ചിന്തകൾ കുറച്ച് മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ സാധിക്കും. ഭക്തിയോഗമാണെങ്കിൽ ഭഗവാന്റെ ആ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട്, അപ്പോ
മനസ്സ് എന്ന മുല്ലവള്ളിക്ക് പടർന്നു കയറാനുള്ള ഒരു വൃക്ഷം എന്ന് പറയുന്നത് ഭഗവാന്റെ മനോഹരമായ ആ രൂപമാണ്. അപ്പോൾ ആ രൂപത്തെ നിത്യവും മനസ്സിൽ കണ്ട് ധ്യാനിക്കുമ്പോൾ മനസ്സ് അതിൽ കെട്ടിയിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ മറ്റെല്ലാ ചിന്തകളും അവിടെ ശമിക്കുന്നു. അപ്പൊ മനസ്സ് ശുദ്ധമാകുന്നു. അതാണ് കുറെ കൂടി എളുപ്പമുള്ള മാർഗം എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. കാരണം കർമ്മയോഗം നിഷ്കാമമായി അനുഷ്ഠിക്കുക എന്ന് പറയാനുള്ള അത്ര എളുപ്പം അത് സാധ്യമാവില്ല, പ്രവൃത്തിയിൽ വരുത്താൻ പറ്റില്ല. പിന്നെ അതിന്റെ ഫലവും ഒരുപാട് കാലം എടുക്കും. അതാണ് ഇവിടെ ആദ്യത്തെ വരിയിൽ പറയുന്നത്. കുറെ ആളുകൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ നിഷ്കാമകർമ്മ അനുഷ്ഠിക്കാന്ന് വെച്ചാൽ എളുപ്പമല്ല. അതാണ് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള നിഷ്കാമകർമ്മ അനുഷ്ഠാനത്തിലൂടെ മനഃശുദ്ധി കൈവരിക്കാൻ ശ്രമിക്കുന്നു. കാരണം ശുദ്ധമായ മനസ്സിലെ ആ തെളിഞ്ഞ ജലത്തിൽ നമ്മളെ കാണുന്ന, നമ്മുടെ പ്രതിബിംബം കാണുന്നത് പോലെ ജ്ഞാനവും ഭക്തിയും ഒക്കെ വളരുള്ളൂ. ഇനി താവതാ കിം എന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രം, അപ്പോ അത് മാത്രമല്ല മാർഗം എന്നാണ് പറയുന്നത്. അന്യേ പുനഃ, ഇനി വേറെ ചിലരാകട്ടെ തർക്കപദേ ക്ലിഷ്ട, അതായത് തർക്കപദേ ക്ലിഷ്ട എന്ന് വെച്ചാൽ യുക്തി ചിന്ത കൊണ്ട് യുക്തിപരമായി ചിന്തിച്ചിട്ട് വിഷമിക്കുക. അതായത് ഭഗവാന്റെ രൂപം, വിഗ്രഹ ആരാധന അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറെ കൂടി യുക്തിപരമായി ചിന്തിക്കുക. എന്നിട്ട് ചിത്താർദ്രത്വം ഹൃദയ എന്ന് വെച്ചാൽ ഒഴുകെ എന്നാണ് അർത്ഥം. ഒഴികെ, അതായത് മനസ്സിന്റെ ആർദ്രത, അതായത് മനസ്സിന്റെ ശുദ്ധി. ഹൃദയ എന്ന് വെച്ചാൽ കൈവരിക്കാതെ തന്നെ, മനഃശുദ്ധി കൈവരാതെ തന്നെ ബ്രഹ്മാക്യം തവ പരം വപു, പരബ്രഹ്മമാകുന്ന അങ്ങയുടെ ആ നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കുന്നു. ചിലര് തുടക്കം തന്നെ ജ്ഞാനമാർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കും. അതിനോടൊരു ആകർഷണീയത തോന്നിയിട്ട് ഈ സന്യാസി വര്യന്മാരെ പോലെ, മുനിമാരെ പോലെ അവരെ കണ്ട് അവരെത്ര സുഖം, അവർക്ക് എത്ര സ്വസ്ഥം, അവർക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊന്നും നേരിടേണ്ട, എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ട് ചിലർ ആ ജ്ഞാനമാർഗത്തിലേക്ക് ഓടി അങ്ങ് പോകും. അവിടെ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സന്യാസം എന്ന് പറയുന്നത് ആന്തരിക സന്യാസവും ഉണ്ട്, ബാഹ്യ സന്യാസവും ഉണ്ട്. ആന്തരിക സന്യാസം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഈ ഭൗതികമായ എല്ലാത്തിനെയും ഉപേക്ഷിക്കുകയല്ല ശരിക്കും വേണ്ടത്. ആന്തരിക സന്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാതാകുന്ന ഒരു അവസ്ഥ സ്വയമേ വന്നു ചേരണം. അതാണ് ആന്തരിക സന്യാസം. ആന്തരിക സന്യാസം വന്നു ചേർന്നതിന് ശേഷം മാത്രം സ്വീകരിക്കേണ്ടതാണ് ബാഹ്യ സന്യാസം. ബാഹ്യ സന്യാസം എന്ന് വെച്ചാൽ താമസം, നമ്മൾ രൂപം, ഒരു സന്യാസിയുടെ രൂപം, ഇതൊക്കെ നമ്മളെ ആശ്രമ ജീവിതം, ഇതൊക്കെ ബാഹ്യ സന്യാസാണ്. പക്ഷെ ഇതല്ല ആദ്യം സ്വീകരിക്കേണ്ടത്. ആദ്യം വരേണ്ടത് ആന്തരിക സന്യാസമാണ്. ആന്തരിക സന്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല, നമുക്ക് ഇഷ്ടമുള്ളതിനെയാണ് നമ്മൾ ഉപേക്ഷിക്കുക. അതല്ല സന്യാസം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടാതാകുന്ന ഒരവസ്ഥ, അതായത് നമ്മൾ ഒരു ലഡു കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമ്മൾ ഒരു ലഡു കഴിച്ചു, 2 ലഡു കഴിച്ചു, അപ്പൊ നമ്മൾ കൊതിയോടുകൂടി കഴിക്കുന്നു. പക്ഷെ ഒരു 25 ലഡു ഒരുമിച്ച് നമ്മൾ കഴിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്കത് മതിയായി, അത് വേണ്ടാത്തൊരവസ്ഥ നമ്മുടെ മനസ്സിന് വരികയാണ്. അങ്ങനെ വരുന്ന ഒരു വേണ്ടാതാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ സന്യാസം എന്ന് പറയുന്നത്. അത് മനസ്സിനെ ഈ ഒരു ആന്തരിക സന്യാസം വന്നതിന് ശേഷം മാത്രം സ്വീകരിക്കേണ്ടതാണ് ബാഹ്യ സന്യാസം. അവിടെ ആന്തരിക സന്യാസം എന്ന് പറഞ്ഞാൽ ഈ വേണ്ടാതാകുന്ന ഒരു അവസ്ഥ, ഈ ഭൗതിക ലോകത്തെ സകലതും വേണ്ടാതാകുന്ന ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ അവിടെ മനസ്സ് ശുദ്ധമായി. അങ്ങനെ ശുദ്ധമായതിനു ശേഷം മാത്രം സ്വീകരിക്കേണ്ടതാണ് ബാഹ്യ സന്യാസം. പക്ഷെ ചിലരാകട്ടെ മനഃശുദ്ധി കൈവരിക്കാതെ, അതായത് ആന്തരിക സന്യാസം വരാതെ തന്നെ ബാഹ്യ സന്യാസത്തിലേക്ക് ആകൃഷ്ടരായിട്ട് അതിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയിട്ട് പരബ്രഹ്മമാകുന്ന ഭഗവാനെ, അങ്ങയുടെ ആ മായയ്ക്ക് മുകളിൽ നിൽക്കുന്ന പരമാത്മ ചൈതന്യമാകുന്ന രൂപമില്ലാത്ത അങ്ങയെ, ആ നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കുന്നു. അങ്ങനെയുള്ള ആ നിർഗുണ രൂപത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞ എളുപ്പമല്ല. കാരണം അവിടെ ഒരു രൂപമില്ല. ആ ജ്ഞാനം, ആ തത്വത്തെയാണ് ധ്യാനിക്കുന്നത്. അവിടെ അനേകം ജന്മങ്ങളുടെ സിന്ധ്യന്തി, അനേകം ജന്മങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ അവർക്ക് മോക്ഷം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലര് വളരെ കഷ്ടപ്പെട്ട് നിഷ്കാമകർമ്മം ചെയ്ത് മനഃശുദ്ധി കൈവരിച്ചിട്ട് ആ മനസ്സിൽ ഭക്തി വളർന്ന് ഭഗവാനിലെ പ്രാപിക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ. ഇനി ചിലരാകട്ടെ സന്യാസം സ്വീകരിക്കും, ജ്ഞാനയോഗ മാർഗം സ്വീകരിച്ച് സന്യാസത്തിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നു. പക്ഷേ
മനസ്സിന്റെ ആന്തരിക സന്യാസം സംഭവിക്കാതെ, മനസ്സ് ശുദ്ധമാവാതെ ഒരിക്കലും ബാഹ്യ സന്യാസം സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചു പോകുമ്പോൾ, പെട്ടെന്ന് ബാഹ്യ സന്യാസം ജ്ഞാനയോഗ മാർഗത്തെ സ്വീകരിച്ചു പോകുമ്പോൾ മനസ്സിന് ആർദ്രത, ശുദ്ധി വന്നിട്ടില്ല, മനസ്സുകൊണ്ടുള്ള ആന്തരിക സന്യാസം കൈവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർഗുണ പരബ്രഹ്മമാകുന്ന അങ്ങയെ മനസ്സിൽ ധ്യാനിച്ച് അവർ ജ്ഞാനയോഗ മാർഗത്തെ സ്വീകരിച്ചു പോകുമ്പോൾ ഒരുപാട് ജന്മങ്ങൾ എടുക്കുന്നു അവർ മോക്ഷപ്രാപ്തിക്ക് എന്ന്. മനസ്സിലായ? കാരണം പലതും അനുഭവിച്ച് വേണ്ടാതാകുന്ന ഒരവസ്ഥയിലേക്ക്, വിരക്തിയിലേക്ക് മനസ്സ് എത്തണം. അങ്ങനെ മനസ്സ് ശുദ്ധമായതിനു ശേഷമാണ് അവർക്ക് മോക്ഷം നേടാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ ഈ രണ്ട് മാർഗങ്ങളും ഒരുപാട് പ്രയാസമാണ്, സാധാരണക്കാർക്ക് അനുഷ്ഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ മാർഗമാണ്. പക്ഷേ ഭക്തിയോഗത്തിന് ഇതൊന്നുമില്ല. ഭഗവാന്റെ ഈ നാരായണീയ ഭാഗവതം തുടങ്ങിയ അതിനു വേണ്ടി തന്നെയാണ് വ്യാസ ഭഗവാൻ അതൊക്കെ രചിച്ചു വെച്ചത്. അപ്പോ അതൊക്കെ ആ ഭഗവത് ചരിതങ്ങളും ഭഗവത് കഥകളും ഭഗവത് മാഹാത്മ്യങ്ങളും ഇങ്ങനെ നിത്യവും കേട്ട് 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 മനസ്സറിയാതെ തന്നെ ഭഗവാനിൽ ഇങ്ങനെ ലയിക്കുകയും അതിൻ്റെ ഒരു ഭക്തി, അതിൻ്റെ ഒരു അനുഭൂതി നമുക്ക് അനുഭവിക്കാനും സാധിക്കുന്നു. അങ്ങനെ ഭക്തിയിലൂടെ ഒരു പ്രയാസവും കൂടാതെ വളരെ എളുപ്പത്തിൽ ഭഗവാനെ പ്രാപിക്കാനും സാധിക്കുന്നതാണ് ഭക്തിയോഗം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൽ. ശ്ലോകം 10. ത്വദ്ഭക്തിസ്തു കദാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവി അക്ലേശദാസ്തന്വതി സത്യസിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വത്പദാ പ്രേമ പ്രൗഢീരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വരാ. ത്വത് ഭക്തിഃ തു കദാരസ അമൃതചരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശദാ തന്വതി സത്യഃ സിദ്ധികരി ജയതി അയി വിഭോ സ ഏവ അസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢി രസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. അർത്ഥം: ഭക്തിയോഗത്തിന്റെ മഹാത്മ്യം ഒന്നും കൂടി പറയുകയാണ്. ത്വദ്ഭക്തിഃ തു, ഭഗവാനെ, ഭക്തിയോഗം, ആ ഭക്തിയോഗമാകുന്ന ഭഗവത് ഭക്തി, ഭഗവാനിലുള്ള ആ ഭക്തി, കഥാരസ അമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി, അതായത് ഭഗവത് കഥ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുഴുകിപ്പോകുമ്പോൾ താനേ വന്നു ചേരുന്നതാണ് ഭഗവാനിലുള്ള ആ ഭക്തി എന്ന്. ഭഗവത് കഥ നിത്യം പറയുകയും നിത്യവും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൽ രസം പിടിച്ച് ആ അമൃത പ്രവാഹത്തിൽ ഇങ്ങനെ മുങ്ങിത്തുടിക്കുമ്പോൾ മനസ്സിൽ താനേ വന്നു ചേരുന്നതാണ് ഭഗവാനോടുള്ള ഭക്തി. അത് മാത്രമല്ല, വിമല പ്രബോധ പദവി, അതായത് പരിശുദ്ധമായ ബ്രഹ്മജ്ഞാനം, ആ പരബ്രഹ്മമാകുന്ന ജ്ഞാനം, ജ്ഞാനയോഗികൾ, ജ്ഞാനമാർഗം സ്വീകരിക്കുന്നവർ വളരെ പ്രയാസപ്പെട്ട് നേടിയെടുക്കുന്ന ആ പരിശുദ്ധമാകുന്ന ബ്രഹ്മജ്ഞാനത്തെ അക്ലേശതാ തന്വതി, ഒരു പ്രയാസവും കൂടാതെ തുറന്നു കിട്ടുന്നു, ലഭിക്കുന്നു. ഭക്തിയോഗം അനുഷ്ഠിക്കുന്നവർക്ക് ആ പരിശുദ്ധമാകുന്ന ബ്രഹ്മജ്ഞാനം ഒരു പ്രയാസവും കൂടാതെ അവർക്ക് തുറന്നു കിട്ടുന്നു. ഇനി അതുമാത്രമല്ല, സദ്യ, വളരെ പെട്ടെന്ന് തന്നെ സിദ്ധികരീ ജയതി, മോക്ഷം നേടാൻ സഹായിക്കുകയും ചെയ്യുന്ന ഭക്തിയോഗം ജയതി, എന്നും വിജയിച്ചരുളുന്നു എന്ന്. അപ്പോൾ ഭക്തിയോഗം എന്ന് പറയുന്ന ഭഗവാനിലുള്ള നിഷ്കളങ്കമായ ഭക്തി, നിത്യവും ഭഗവത് കഥ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അതിൽ രസം പിടിച്ച് ആ രസത്തിൽ, ആ അമൃത പ്രവാഹത്തിൽ മുങ്ങിത്തുടിക്കുമ്പോൾ മനസ്സിൽ സ്വമതേയ വന്നു ചേരുന്നതാണ് ആ നിഷ്കളങ്കമായ ഭക്തി. അത് മാത്രമല്ല, ആ നിഷ്കളങ്കമായ ഭക്തി വരുമ്പോൾ മനസ്സ് തെളിയുകയും അങ്ങനെ ഒരു പ്രയാസവും കൂടാതെ പരിശുദ്ധമായ ബ്രഹ്മജ്ഞാനം നേടാനും സാധിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ മോക്ഷത്തെ പ്രാപിക്കാനും സാധിക്കുന്ന ഭക്തിയോഗം എന്നും വിജയിച്ചരുളട്ടെ. അയി വിഭോ വാതാലയാധീശ്വര, അല്ലയോ സർവശക്തനായ ഗുരുവായൂരപ്പ,
ത്വത് പദ പ്രേമ പ്രൗഢീരസാർദ്രത. അതുകൊണ്ട് തന്നെ അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള പ്രേമം കലർന്ന ആ പ്രേമത്തിൽ നിന്നും, ആ തൃപ്പാദങ്ങളോട് ശരണാഗതി അടഞ്ഞ് ആ പ്രേമത്തിൽ നിന്നും ഉണ്ടാകുന്ന നിഷ്കളങ്കമായ ഭക്തി, സ ഏവ മേ, അത് ഒന്ന്, ആ ഒരു ഭക്തി മാത്രം എനിക്ക് ദ്രുതതരം, എത്രയും വേഗം ഉണ്ടാകുവാൻ, അസ്തു, അത് ഉണ്ടാകുവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഭക്തിയോഗത്തിന്റെ ഒരു പ്രത്യേകത, നിത്യവും ഭഗവത് കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൽ രസം പിടിച്ച് ആ അമൃതത്തിൽ ഇങ്ങനെ മുങ്ങി തുടിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരന്റെയും മനസ്സിൽ തന്നെ സ്വയം ഉണ്ടാകുന്നതാണ് ആ നിഷ്കളങ്കമായ ഭക്തി. അങ്ങനെയുള്ള നിഷ്കളങ്ക സമർപ്പിതമായ ഭക്തിയിലൂടെ ജീവിക്കുമ്പോൾ മനസ്സ് തെളിയുന്നു, ശുദ്ധമാകുന്നു, മറ്റെല്ലാ മനസ്സിന്റെ ചിന്തകളും ചലനങ്ങളും അവിടെ അടങ്ങുന്നു. അങ്ങനെ മനസ്സ് ശുദ്ധമാകുമ്പോൾ പരിശുദ്ധമായ ബ്രഹ്മജ്ഞാനം ഒരു പ്രയാസവും കൂടാതെ നേടാനും സാധിക്കുന്നു. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ മോക്ഷത്തിന് യോഗ്യമാവുകയും മോക്ഷം നേടാനും സാധിക്കുന്ന ഭക്തിയോഗം എന്നും വിജയിച്ചരുളട്ടെ. അതുകൊണ്ട് തന്നെ സർവശക്തനായ എൻ്റെ ഗുരുവായൂരപ്പ, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഈ ഉള്ളവന്റെ മനസ്സിൽ ആ നിഷ്കളങ്കമായ പ്രേമഭക്തി എത്രയും പെട്ടെന്ന് ഉണ്ടാകുവാൻ അങ്ങനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണീയത്തിന്റെ ദശകം 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ ഒരു ദശകത്തില് ഭഗവാന്റെ സ്വരൂപത്തിന്റെ, ആ ഒരു ഗുരുവായൂരപ്പന്റെ രൂപത്തെ വർണ്ണിക്കുകയും മഹാവിഷ്ണു രൂപത്തെ വർണ്ണിക്കുകയും ആ രൂപത്തിൽ നിന്നും ഉണ്ടാകുന്ന ഭക്തിയുടെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുകയും മറ്റു 2 യോഗങ്ങളെക്കാൾ വിശിഷ്ടമായത് ഭക്തിയോഗം തന്നെ എന്നുള്ള മേൽപ്പത്തൂരിന്റെ നിഗമനത്തെ പറഞ്ഞു വെക്കുകയുമാണ് ഈ 2ാമത്തെ ദശകത്തിൽ.